ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിലൂടെ ആഗോള ശ്രദ്ധയിലേക്ക് ഉയർന്ന അയോധ്യ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായും അതിവേഗം വളരുന്നു. ഇതോടെ പ്രതിവർഷം 25,000 കോടി രൂപയുടെ വരുമാനം ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് 7% വിനോദസഞ്ചാര മേഖലയുടെ സംഭാവന. 16.61 ലക്ഷം കോടി രൂപയാണ് ഈ വിധത്തിൽ രാജ്യത്തിന് ലഭിക്കുന്ന വരുമാനം. ആത്മീയ തീർത്ഥാടന കേന്ദ്രവും ഒപ്പം സഞ്ചാര മേഖലയുമായി അയോധ്യ മാറുന്നതോടെ ഈ വരുമാനത്തിലും ഗണ്യമായ വർധനവുണ്ടാകും. അതിൽ ഭൂരിഭാഗവും ലഭിക്കുക ഉത്തർപ്രദേശ് സർക്കാരിനുമായിരിക്കും. പ്രതിവർഷം കുറഞ്ഞത് 5 കോടി സന്ദർശകരെങ്കിലും അയോധ്യയിലേക്ക് എത്തുമെന്നാണ് ഔദ്യോഗിക വിലയിരുത്തൽ. ക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം ഈ വിധം മാറ്റങ്ങൾ കൂടി മുന്നിൽ കണ്ട് പശ്ചാത്തല മേഖലയിൽ വൻ വികസന പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. നവീകരിച്ച വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, മറ്റ് ഗതാഗത സംവിധാനങ്ങൾ, ടൗൺഷിപ്പുകൾ തുടങ്ങി യുപിയുടെ മുഖച്ഛായ മാറ്റിയ ഒട്ടേറെ ശാസ്ത്രീയ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. ഏകദേശം 85,000 കോടി രൂപ ഇതിനായി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ തുക തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളതും. സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കാനായി വമ്പൻ ഹോട്ടൽ ശൃംഖലകൾ അയോധ്യയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മാരിയറ്റ്, ITC തുടങ്ങി ഈ മേഖലയിലെ പ്രമുഖർ ഇതിനോടകം ഇവിടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം, അമൃത്സറിലെ സുവർണ ക്ഷേത്രം എന്നിവിടങ്ങളാണ് ഇന്ത്യയിലെ പ്രമുഖ ആത്മീയ തീർത്ഥാടന കേന്ദ്രങ്ങൾ. ആ നിരയിലേക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ സഞ്ചാരികൾ എത്തുന്നിടമായും അയോധ്യ ശ്രീരാമക്ഷേത്രം മാറുമെന്നത് ഉറപ്പാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകിയതോടെ അണമുറിയാത്ത ഭക്തജന പ്രവാഹത്തിനാണ് അയോധ്യ സാക്ഷ്യം വഹിക്കുന്നത്. UPയിൽ ഇപ്പോൾ കൊടും ശൈത്യമാണ്. അത് വകവയ്ക്കാതെ പതിനായിരങ്ങളാണ് രാംലല്ല വിഗ്രഹ ദർശനത്തിനായി പുലർച്ചെ മുതൽ കാത്തു നിൽക്കുന്നത്. ഒരേ സമയം 500 പേർക്ക് ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. മൈസൂരുവിലെ വിഖ്യാത ശില്പിയായ അരുൺ യോഗിരാജ് രൂപകൽപ്പന ചെയ്ത രാംലല്ല വിഗ്രഹത്തിന് മുന്നിലേക്ക് ജയ് ശ്രീരാം മന്ത്രം ഉരുവിട്ട് ഭക്തർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. മകുടം, കണ്ടം, പടിക, വൈജയന്തിമാല, കുണ്ടലം, കൗസ്തുഭമണി, അരപ്പട്ട, രത്നം പതിച്ച കൈത്തളകൾ, വളകൾ, മോതിരങ്ങൾ എന്നീ ആഭരണങ്ങൾ അണിഞ്ഞാണ് രാംലല്ല പ്രശോഭിക്കുന്നത്. രാവിലെ 6:30 ജാഗരൺ ആരതിയും വൈകിട്ട് 7:30 സന്ധ്യ ആരതിയും നടക്കും. രാവിലെ 7 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെയുമായിട്ടാണ് ദർശന സമയം ക്രമീകരിച്ചിരിക്കുന്നത്.